ഹായ് ബിലവേഴ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫർണിച്ചർ ഷോപ്പിലാണ് അല്ലേ. ഇത് മനോഹരമായിട്ടുള്ള ഫർണിച്ചർ ഷോപ്പാണ് നോക്കി. അപ്പൊ ഈ ഷോപ്പിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വരാൻ കാരണം എൻ്റെ ഒരു ക്ലാസ്മേറ്റിന്റെ മിസ്റ്റർ മനോജിന്റെ ഫർണിച്ചർ ഷോപ്പാണിത്. നമുക്ക് ആദ്യം തന്നെ മനോജിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. മനോജ് വരൂ. ഞങ്ങൾ ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച വ്യക്തികളാണ്. മനോജ് അതെ. അപ്പോ പിന്നെ ഈ ഫർണിച്ചർ ഷോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടില് ഒരു 25 വർഷമായിട്ട് വീട്ടിലെ എല്ലാ ഫർണിച്ചറും, അതായത് ഫർണിച്ചറിന്റെ അവസാന വാക്ക് അച്ഛനായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ആ ബന്ധം ഇന്നും ഞങ്ങള് ക്ലാസ്മേറ്റ്സ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇന്നും അത് തുടരുന്നു. 25 വർഷമായില്ലേ? 25 വർഷമായി. അപ്പൊ എന്റെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ എല്ലാ ഫർണിച്ചറും ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. കാരണം അത്രയും നമ്മളൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബിലവേഴ്സിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത്രയും വിശ്വാസ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അല്ല ചുമ്മാ എന്തെങ്കിലും പെയ്ഡ് പ്രൊമോഷന് വേണ്ടി നമ്മൾ ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഒരു പാരമ്പര്യമുള്ള ഒരു ഷോപ്പിൽ നമ്മൾ വന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പൊ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പൊ മനോജെ, എന്താണ് കൈരളി ഫർണിച്ചർ മറ്റുള്ള ഫർണിച്ചറിൽ അല്ലെങ്കിൽ മറ്റുള്ള ഷോപ്പിൽ നമ്മൾ എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു? നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മെയിനായിട്ട് മാനുഫാക്ചറാണ്. മാനുഫാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 26 വർഷത്തോളമായിട്ട് നമ്മുടെ വീടിരിക്കുന്ന പ്രദേശം പുത്തൻകുരിശാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ഈ യൂണിറ്റിൽ നമ്മൾ തടി എടുത്ത് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫർണിച്ചർ പണിത് അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്തൊരു ആവശ്യം അവരുടെ മനസ്സിൽ തോന്നിയാലും ആദ്യം തന്നെ നമ്മളെ സമീപിക്കും. നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, കസ്റ്റമൈസ് ചെയ്തിട്ട്. അപ്പൊ അതില് അവരുടെ പ്രൈസിന്റെ ഒരു കംഫർട്ട് അനുസരിച്ചിട്ട് ഏത് മെറ്റീരിയൽ വേണം, അത് നമ്മൾ മഹാഗണി, ഈട്ടി, തേക്ക് ഇങ്ങനെയുള്ള വുഡ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് അവിടെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് മെറ്റീരിയൽ ആണ് ആ മെറ്റീരിയലിൽ അതിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി വെച്ചിട്ട് ചെയ്ത് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അവര് പല ആളുകളെയും സജസ്റ്റ് ചെയ്ത് അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് പോകും. മനോജ് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ തന്നെ എത്രയോ പേരെ തീർച്ചയായിട്ടും നമ്മളൊരാള് റെഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അത്രയും വിശ്വാസ്യത ഉണ്ടെങ്കിൽ മാത്രമേ. അപ്പൊ ഈ ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് റെഫറൻസ് ഒരു വളരെ പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും. നമ്മുടെ വീട്ടില് ഒരു ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മുടെ കൂടെ തന്നെ അത് ലൈഫ് ലോങ് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണ്. നമ്മൾ യൂസ് ആൻഡ് ത്രോ ആയിട്ടല്ല. അപ്പൊ എപ്പോഴും നമ്മൾ ഈ സാധനം ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആ ലൈഫ് ലോങ് ബിസിനസ് ചെയ്യാം. ഇപ്പോഴത്തെ മോഡൽ ഒരു കോർണർ സോഫയാണ്. ഇരിക്കാൻ നല്ല സോഫ്റ്റ് കംഫർട്ട്നെസ് ഉള്ള ഒരു കോർണർ സോഫ വിത്ത് ലോഞ്ചർ. സോഫ വിത്ത് ലോഞ്ചറാണ്. പുതിയ വീടുകൾക്കൊക്കെ പറ്റിയ ഒരു ഡിസൈനാണ്. ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇടാനായിട്ടുള്ള ചാരുബെഞ്ചായിട്ട്. ഇത് മഹാഗണി റോസ്വുഡ് സ്റ്റെയിൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ ചെറിയ പ്രൈസ് ഉള്ളു. നമുക്ക് ഒരു 8000 റേഞ്ചിൽ വരുന്ന റീസീറ്ററാണ്. ഇതല്ലേ റോസ്വുഡ് അല്ലേ? ഇത് റോസ്വുഡിന്റെ കോർണർ സോഫ ആയിട്ട് നല്ല ഒതുക്കമുള്ള ഒരു ടൈപ്പാണ്. ഞാൻ വുഡിന്റെ ഭംഗി കൂടുതൽ എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ? എത്ര എക്സ്പോസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കുഷൻ ഏരിയ കുറവല്ലേ, നല്ല കംഫർട്ടുമാണ് അല്ലേ? നമ്മുടെ ഈ ബാക്ക് സപ്പോർട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇത് ഒത്തിരി പോകുന്ന ഒരു ഡിസൈനാണ് ആണല്ലേ? കുറച്ച് നാളായിട്ട്. അപ്പൊ മനോജ്, ഇത് ഇവിടെ കാണുന്ന ഈ ഫർണിച്ചർ എല്ലാം തന്നെ നമ്മുടെ ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണോ? ഇത് കവറിംഗ് സെറ്റ്, വുഡൻ സെറ്റ് ഇങ്ങനെയുള്ള ഫർണിച്ചറുകളെല്ലാം നമ്മൾ തന്നെ ചെയ്തെടുക്കും. നമ്മൾ ചെയ്തെടുക്കുമ്പോ എന്താന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ആളുകൾക്ക് ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം, ഒരു ചെറിയ റിപ്പയർ ചെയ്യണം, ഇതെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. വരുന്ന സാധനത്തിന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് എങ്ങനെ അഴിച്ച് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. ഇത് എത്ര നില ഈ ഷോപ്പ്? ഇത് നമുക്ക് മൊത്തത്തില് 4 നിലയാണ് ഫർണിച്ചർ വരുന്നത്. അതില് ബേസ്മെന്റില് നമ്മളൊരു ചെറിയൊരു സ്റ്റോക്കിംഗ് സംവിധാനമാണ്. ബാക്കി 3 നിലയിലും ഫർണിച്ചർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് സോഫ സെറ്റ് ആണ്. താഴത്തെ ഫ്ലോർ കംപ്ലീറ്റ് 2 ടൈപ്പ് വുഡൻ സോഫയും കോർണർ സോഫയും ഫുൾ കവർ ടൈപ്പ് സോഫയായിട്ട് അത് മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇത് നമുക്കൊരു നല്ലൊരു ഇലക്ട്രിക്കൽ മോട്ടോർ ഫിറ്റ് ചെയ്തിട്ടുള്ള റെക്ലൈനറാണ്. സിംഗിൾ സീറ്റർ ആണ്. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ റെക്ലൈനേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ കിടക്കാം.
ഇത് നല്ല രസമുണ്ടല്ലേ ഈ കോർണർ സെറ്റ്. മറ്റേ ആ ഭാഗത്ത് കുഷ്യൻ ഇല്ലാത്തോണ്ട് അവിടെ ചെടി വെക്കാനും കോർണർ നമുക്ക് ഭംഗിയായിട്ട് അങ്ങനെ ഒരു ഫ്ലവർ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫോട്ടോ ഒക്കെ അവിടെ ഇതൊക്കെ എന്ത് തടിയാണ് ഇത്? ഇത് തേക്കിന്റെ അത്യാവശ്യം പ്രീമിയം മോഡലിലുള്ള ഒരു സോഫ സെറ്റ് ആണ്. 3+1+1 ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഇതുണ്ട്, തടി നല്ല സോളിഡ് ആയിട്ടുള്ള കട്ടിയുള്ള തടിയുടെ പീസുകൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ ഈ മോഡലാണെങ്കിൽ ഇരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള തേക്കിന്റെ ഒരു സ്പ്രിങ് സീറ്റ് ഒക്കെ വരുന്ന ഒരു പ്രീമിയം മോഡൽ സെറ്റിയാണ്. മോഡൽസ് നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള മോഡലുണ്ട്. അത് കൂടാതെ ഈ ഫോണില് ആളുകള് മോഡൽസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കസ്റ്റമൈസ് ചെയ്തു കൊടുക്കും. ഇതെല്ലാം ടീക്കൂഡ് ആണ്. ഇത് റോസ് വുഡിന്റെ ആണ് ഈ മോഡൽ. ഞാൻ എന്റെ വീട്ടിൽ റോസ് വുഡിന്റെ ആണ് ഇവിടെ മേടിച്ചത്. റോസ് വുഡ് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള വുഡാണ് റോസ് വുഡ്. ഇപ്പൊ കൂടുതല് സാധാരണ ടൈപ്പാണ്. സിമ്പിൾ ആയിട്ടുള്ള ഇതാണ്, തടിയാണ്. ഇത് അക്കേഷ്യയുടെ വുഡാണ്. ഇപ്പൊ കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞ ഫർണിച്ചർ റേഞ്ചിലേക്ക് വരുമ്പോൾ ആളുകൾ മഹാഗണി, അക്കേഷ്യ അങ്ങനെയുള്ള തടികൾ സെലക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഉപയോഗത്തിന് ലാസ്റ്റിംഗ് കൂടുതൽ കിട്ടും. ഇത് ടീക്കൂട്ടാണ്. ടീക്കൂട്ടിന്റെ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഒരു സോഫ സെറ്റ് പണ്ട് തൊട്ടേ ഉള്ള മോഡലാണ്. ഇതൊക്കെ ഒരിക്കലും ഔട്ട് ആവാത്ത മോഡലുകളാണ്. ഇതിപ്പോഴും ആളുകൾ വാങ്ങുന്നുണ്ട്. ഇത് നമ്മൾ തന്നെയാണോ? ഇത് ഖജാന എന്ന് പറഞ്ഞ കമ്പനി ചെയ്തു വരുന്ന സ്റ്റീലിന്റെ കബോർഡാണ് പൗഡർ കോട്ട് ചെയ്ത്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. നമുക്ക് വീട്ടിലൊരു അടച്ചുറപ്പുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോക്കർ ഉള്ള അലമാരി എന്നുള്ള കൺസെപ്റ്റ് എല്ലാം പുതിയ ഡിസൈനിൽ വരുന്നതാണ്. ജെ ഷീറ്റ് ആണ്. ജെ ഷീറ്റ് പൗഡർ കോട്ട് ചെയ്ത് നല്ല ഗേജ് ഉള്ള ഷീറ്റാണ്. ഇതിന്റെ എല്ലാത്തരം അലമാരികളും സ്റ്റീൽ അലമാരി നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഇതിന്റെ യൂണിറ്റ് ഉണ്ട്. നമ്മുടെ മാനുഫാക്ചറിങ് ഉണ്ട്. സ്റ്റീലിന്റെ അലമാരിയാണ് നമ്മുടെ തുടക്കത്തിന്റെ പ്രൊഡക്ഷൻ വരുന്നത്. സ്റ്റീൽ അലമാരിയാണ്. അതിൽ നിന്നാണ് സ്റ്റീൽ അലമാരി ഒരു 30 വർഷമായിട്ട് നമ്മുടെ പ്രൊഡക്ഷനിലുള്ള ഫർണിച്ചർ തടിയിലേക്ക് മാറി. അത് നമ്മള് കാലത്തിനനുസരിച്ചിട്ട് ഓരോ പുതിയ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓൾറെഡി ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള ഇന്റീരിയർ വർക്കിന് പുതിയ മിഷനറി വെച്ചിട്ടുള്ള യൂണിറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഓരോ വർഷവും ഇതുപോലെ നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ആളുകൾക്ക് ഓരോ കാലഘട്ടത്തിലും ആവശ്യങ്ങൾ മാറി വരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷനും ഡിസൈനും എല്ലാം മാറ്റി ഇത് 3 ഡോർ അലമാരിയാണ്. ഇത് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 3 ഡോറായിട്ട് അകത്ത് നല്ല സ്പേഷ്യസ് ആണ്. സാധാരണ സ്റ്റീൽ അലമാരി 2 ഡോറൊക്കെയാണല്ലോ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ്. ഡൈനിങ് സെറ്റുകളാണ് കൂടുതൽ ഇവിടെ. ഡൈനിങ് സെറ്റ്, പിന്നെ പ്ലാസ്റ്റിക് ചെയർസിന്റെ ഒത്തിരി മോഡൽസും. അത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സുപ്രീമിന്റെ ചെയറാണ്. അതാണ് പ്ലാസ്റ്റിക് ചെയർ നമ്മള് മെയിനായിട്ട് വെർജിൻ പ്ലാസ്റ്റിക്കിന്റെ ലീഡിങ് കമ്പനികളിലും നല്ല പ്ലാസ്റ്റിക് ചെയർസ് ആണ് കൂടുതലും. നീൽക്കമലുണ്ട്, സുപ്രീം, സെല്ലോ, ചെയർമാൻ. ചെയർ അത് നീൽക്കമലിന്റെ ആണ്. പ്ലാസ്റ്റിക് ചെയറിന്റെ എല്ലാ മോഡൽസും ഉണ്ട് നമുക്ക്, വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ്. അല്ലല്ല, ഇത് മലേഷ്യൻ ഐറ്റാണ്. നല്ല തടിയാ, നല്ല സ്ട്രോങ് ആ. ഇത് നമ്മള് എക്സിബിഷനിലൊക്കെ വരുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ ഇവിടെ വന്നിട്ട്
24,000 രൂപയ്ക്ക് എക്സിബിഷനിൽ മേടിച്ചിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇത് കണ്ടത്. നമ്മളിവിടെ 17,000 രൂപയ്ക്ക് സാധനം കൊടുക്കുന്നത്. നല്ല തേക്കാണ്. നല്ല ഇത് നമുക്ക് ഈ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലെ പിള്ളേരെ ഇരുത്തി നമുക്ക് സൈഡിലിരുന്ന് പറഞ്ഞ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇനി അത്യാവശ്യം നമുക്കൊരു ചെറിയൊരു മീറ്റിംഗ് ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം, ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ അല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ നേരെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാല് വളരെ സ്പേസ് കുറഞ്ഞ് നല്ല കംഫർട്ടബിൾ ആണ്. ഇത് പ്ലാസ്റ്റിക്കിന്റെ ചെയർമാന്റെ വെർജിൻ പ്ലാസ്റ്റിക്, നല്ല ക്വാളിറ്റി ചെയർ. പുതിയ മോഡൽ ഇറക്കിയതാ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് പെർഫറേറ്റഡ് ആണ്. നമുക്ക് സീറ്റ് ബാക്ക് നമ്മൾ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാലും വേർക്കില്ല, ചൂടെടുക്കില്ല. ഹെഡ് സപ്പോർട്ടോടുകൂടി ചാരി ഇരിക്കാന്ന്. അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ആളുകൾക്കും, കാരണം ഹൈറ്റ് കൂടുതലുണ്ടല്ലോ, നല്ല ചാരി ഹെഡ് സപ്പോർട്ട് ഉണ്ട്. അതുകൂടാതെ വുഡിന്റെ ഈസി ചെയറിനേക്കാളും സ്പേസ് വളരെ കുറച്ചെടുക്കും. ഡിഫറെന്റ് കളേഴ്സിലുണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക്, ബ്രൗണ്, ഗ്രീന്, എല്ലാ കളറിലും അവര് ഇറക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് കൂടുതൽ ഡൈനിങ് സെറ്റുകളാണ്. എല്ലാ വുഡിന്റെ എല്ലാ സൈസിലുള്ള ഡൈനിങ് സെറ്റുകളുണ്ട്. അതുകൂടാതെ ആയിട്ട് വരുന്നതാണ് ഈ ഗ്രാനൈറ്റ് ടോപ്പിൽ വരുന്ന, ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ് അതിന്റെ ടോപ്പ് വരുന്ന ഡൈനിങ് ടേബിളുകൾ. ഇതുണ്ട്. ഇത് കുറച്ചുകൂടെ വീടുകൾക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഗ്ലാസിന് പകരം ക്ലീൻ ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമാണ്. നീറ്റ് ലുക്ക്. ഇതിപ്പോ മഹാഗണി സ്റ്റെയിൻ ചെയ്തിട്ടുള്ള, അതിന്റെ തന്നെ റോസ് വുഡ് ആണ് ആ സൈഡിലുള്ളത്. തടി ഏറ്റവും നല്ല ക്വാളിറ്റി തടി എടുത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മള് വൺ ടൈം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വശത്തേക്ക് നോക്കണ്ടാവും. അതാണ്. ഇതെല്ലാം ഈ ഇമ്പോർട്ടഡ് ടൈപ്പ് ഫർണിച്ചർ. ഇതൊക്കെ നമുക്കൊരു ഫാൻസി ആയിട്ട് കുറച്ചു കാലത്തേക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അതെ, കൈമാറാൻ കഴിയും. ഇത് പൂർണ്ണമായിട്ടും ഈട്ടിത്തടിയിൽ ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് സെറ്റാണ്. അത് തേക്കിന്റെ. ഇത് 6x3 ആണ്. ഇത് 7/4 സൈസ് 8 സീറ്റർ ആണ്. പിന്നെ ഈ ഫ്ലോറിൽ തന്നെ നമ്മള് വാർഡ്രോബ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് മോഡലായിട്ടുള്ള 3 ഡോർ വാർഡ്രോബ്സ് ആണ് കൂടുതലും. ഇത് വന്നിട്ട് കൂടുതലും നമുക്ക് പാർട്ടിക്കിൾ ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. കമ്പനി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഐറ്റംസും ഉണ്ട്. ഈ പാറ്റേണിൽ തന്നെ നമുക്ക് MDF, മറൈൻ പ്ലൈവുഡ് ലാമിനേഷൻ, മൾട്ടിവുഡ് ലാമിനേഷൻ, ഇങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു ചെറിയ റീസണബിൾ പ്രൈസിൽ നമുക്ക് ആളുകൾക്ക് വാങ്ങി വീട്ടിൽ വെക്കാവുന്ന സൈസ് സ്റ്റോറേജ് സൗകര്യം കൂടുതലുള്ള വാർഡ്രോബ്സ്. ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സെറ്റാണ്. ഇതിന്റെ ചെയേഴ്സ് നമുക്ക് ഉണ്ടോ വളരെ സ്പേസ് കുറഞ്ഞ ഏരിയയിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇട്ട് ഉപയോഗിക്കാവുന്ന. അത് ചെയർ നമുക്ക് അകത്തേക്ക് കയറണമല്ലോ, അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും റൂമിലെ സ്പേസ് നഷ്ടപ്പെടില്ല. ഇതിപ്പോ 3 ഫീറ്റ് റൗണ്ട് ആണ്. ഇതിന്റെ 4 ഫീറ്റ് ഉണ്ട്. അതുപോലെ 5x3 ഓവൽ ഷേപ്പ്, എല്ലാ ഷേപ്പിലും വരുന്നുണ്ട്. ഇത് മഹാഗണി. ഇത് സ്പേസ് സേവിങ് മോഡൽസ് ആണ്. ഇതെല്ലാം ഇത് നമുക്ക് കിച്ചണിൽ വേണമെങ്കിൽ കിച്ചണിൽ ഉപയോഗിക്കാം. വളരെ കോമ്പാക്റ്റുള്ള സൈസാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് കിച്ചണിലൊക്കെ ഉപയോഗിക്കാം. നമുക്കിത് മതിയായിരുന്നു. നമുക്ക് ഇത്ര സ്ഥലം എത്ര ചേരുന്നുണ്ട്? 4 ചെയർ. അതിന്റെ 6 ചെയറിന്റെ ആകുമ്പോ കുറച്ചുകൂടെ വലുപ്പം കൂടും. അത് ആകുമ്പോ ഷേപ്പ് മാറും. റെക്ടാങ്കുലറിൽ 6 ചെയർ വരും.
ഇതെന്താ പറയുക, ചെറിയൊരു ബെഞ്ച് കാണുന്നത്? ബെഞ്ച് നമുക്കിപ്പോ ചെറിയ ഡൈനിങ് ടേബിള് സ്പേസ് ഇല്ലാത്തവർക്ക് ബെഞ്ചിന്റെ ഒരു മോഡൽ വരുന്നുണ്ട്. അതോ ഇതിന്റെ അല്ല, ഇതിലിപ്പോ നമുക്കിതിപ്പോ ഇതുപോലെയുള്ള ബെഞ്ച് നമുക്ക് ഏത് ഡൈനിങ് ടേബിളിലും യൂസ് ചെയ്യാം. ഇത് മഹാഗണിയാണ്, മഹാഗണി വിത്ത് ഗ്രാനൈറ്റ് ടോപ്പ്. എന്നുവെച്ചാൽ ഈ കടയിൽ ഈ 3 നിലയിലും ഫർണിച്ചർ ആണെന്ന് പോലും പല ആളുകൾക്ക് അറിയില്ല. ഇത് ഓഫീസ് ചെയറിന്റെ സെക്ഷനാണ്. ഓഫീസ് ചെയർ നമുക്ക് 3 വർഷം വാറന്റി ഉള്ള കമ്പനികളുടെ നമ്മൾ ചെയ്യുന്നത്. എല്ലാ മോഡലും ഉണ്ട്. ഹെഡ് റെസ്റ്റ് ഉള്ള മോഡല്, നോർമൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ്, സ്റ്റഡി ടേബിളിന്റെ ചെയറിനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാത്തരം ചെയർസും അവൈലബിൾ ആണ്. സ്റ്റഡി ടേബിൾ എല്ലാത്തരം ടേബിൾസും ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റഡി ടേബിള് പ്രത്യേകമായിട്ട്, സ്റ്റഡി ടേബിള് ഇപ്പൊ ഇതെല്ലാം UV ഫിനിഷിൽ വരുന്ന ഇതുണ്ടോ, തുറന്ന് വെച്ചിട്ട് നമുക്ക് റൈറ്റിംഗ് ടോപ്പായിട്ട് ഉപയോഗിക്കാം. അതിന്റെ ഉള്ളില് സ്റ്റോറേജ് ഉണ്ട്, താഴെ അതുപോലെ തന്നെ സ്റ്റോറേജ് ഉണ്ട്. നല്ല മോഡൽസാണ്. ഇതിന്റെ ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള കളറ് അവൈലബിൾ ആണ്. മോഡലും പ്രത്യേകം എല്ലാ വ്യത്യസ്തമായിട്ടുള്ള മോഡൽസാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഡിസൈനും ഉണ്ട്. ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്തും ചെയ്യാൻ പറ്റും. Second floor, have a nice day. ഷൂറാക്ക് സുപ്രീം കമ്പനിയുടെ ആണ്. കുറച്ച് മഴ ഒക്കെ കൊള്ളുന്ന സ്പേസ് ആണെങ്കിലും ഫൈബർ ആയതുകൊണ്ട് നമുക്ക് ഡാമേജ് ആവാതെ. അത് ചെറിയ കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റിയ സ്റ്റോറേജ്, ചെറിയൊരു ഷെൽഫ്, ഫൈബറിന്റെ സ്റ്റോറേജ് ഷെൽഫ്. അത് വലുതും ഉണ്ട്. ഓഫീസിന്റെ ഉപയോഗത്തിന്, അതുപോലെ തന്നെ സ്റ്റേഷനറി വെക്കാൻ, പിന്നെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂമിലൊക്കെ നമുക്ക് മുകളിലേക്ക് കയറ്റിക്കൊണ്ടു പോകാനും ഒക്കെ പറ്റുന്ന ഒരു ഫൈബറിന്റെ ഒരു ഷെൽഫാണ്. സ്ട്രോങ്. ഇത് നീൽക്കമലിന്റെ ഷൂറാക്കാണ്. കുറച്ചുകൂടെ വലിപ്പം കൂടിയത്, സ്റ്റോറേജ് സൗകര്യം കൂടുതലുണ്ട്, ഹൈറ്റ് കൂടുതലുണ്ട്. വാൾ മൗണ്ടഡ് ഒക്കെ ചെയ്യുന്നില്ലേ? വാൾ മൗണ്ടഡ് മെറ്റലിന്റെ താഴെ ഇരിക്കുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരാം. എല്ലാത്തരം പൗഡർ കോട്ടഡ് സ്റ്റീൽ വിത്ത് കുഷ്യൻ ചെയർസും ഉണ്ട്. ഇതെല്ലാം നമുക്ക് കുറച്ചുകൂടെ റീസണബിൾ പ്രൈസിൽ ഉപയോഗിക്കാവുന്ന ഡൈനിങ് ചെയർ ആയിട്ടോ ഉപയോഗിക്കാം. നല്ല കുഷ്യനുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയർ. റേറ്റും വളരെ കുറവാണ്. 65 ഇഞ്ച് TV വരെ വെക്കാവുന്ന സൈസ് നല്ലൊരു ഷെൽഫ്. ഇത് നമ്മള് റെഡിമെയ്ഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പ്രൈസിന് തീരും. ഇതിപ്പോ UV ഫിനിഷിൽ ഒരു 20,000 ഒക്കെ ബഡ്ജറ്റ് വരുന്നുള്ളൂ. നല്ല വലിപ്പമുള്ള. ഇത് നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട്, ഇത് 6x6 ആണ്. ഇതും ഷൂറാക്കാണ്. ഇരുന്ന് ഷൂക്ക് ഇടാനും അകത്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ്. പൂജ സ്റ്റാൻഡ് ചെറുതും ഉണ്ടല്ലേ? എല്ലാ സൈസും ഉണ്ട്, ചെറുതും. പൂജ സ്റ്റാൻഡുകള് എല്ലാ വീടിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പുത്തൻകുരിശിന്നല്ലേ ഇവിടുന്ന്. അത് ശരി. അത് ശരി. ഇത് ഹോസ്റ്റൽ ടൈപ്പ് ഫോൾഡിംഗ് മാട്രസ് ആണ്. ചെറിയ ഉപയോഗത്തിന് ആളുകൾക്ക് എല്ലാത്തരം മാട്രസും ഉണ്ട്. മാട്രസ് മെയിൻ ആയിട്ട് നമ്മള് പെപ്സിന്റെ മാട്രസ്, നീൽക്കമല്, അതുപോലെ സുനിദ്ര, ഡോക്ടർ ബാക്ക്, അങ്ങനെയുള്ള കമ്പനികളെല്ലാം ചെയ്യുന്നുണ്ട്. ടൈപ്പ് നമുക്ക് പുറത്തിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ടീപ്പോയി, കോർണർ സ്റ്റാൻഡ്, അങ്ങനെയുള്ള. അത് തേക്കിന്റെ ഒരു നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളിന്റെ ഒരു ഡിസൈനാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്.
ഈ സെക്ഷനിലെല്ലാം നമ്മൾ കട്ടിലാണ്. കട്ടില് മെയിനായിട്ട് നമുക്ക് ഇത് തേക്കിന്റെ ഒരു നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു വുഡൻ വർക്ക് വരുന്ന ഒരു ഡിസൈനാണ്. അതെ, നല്ല സോൾഡ് ആയിട്ടുള്ള പീസ്. അത് വുഡിന്റെ ഭംഗി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്. അതെ അതെ അതെ. ഇത് പ്ലാന്റേഷൻ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് തേക്കിന്റെ ചാരുപടി പോലെ ഹെഡ് റെസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യൂൻ സൈസ് കോട്ട. അത് ടീക്കൂട്ടാണ്. ഇത് നമുക്ക് കമ്പനി ഐറ്റം വരുന്ന വുഡൻ കോട്ടാണ്. ഇത് ട്രീറ്റഡ് റബ്വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഡിസൈൻ. അത് ഡിസൈൻ നല്ല. ഇത് തന്നെ നമ്മൾ തേക്കിൽ വേണമെങ്കിൽ നമ്മുടെ ഫാക്ടറിയിൽ ചെയ്ത് എടുക്കാം. ഇതും പ്ലാന്റേഷൻ തേക്കിന്റെ ഒരു കട്ടിലാണ് കേട്ടോ. നല്ല ഡിസൈൻ, നല്ല ഹെവി ആയിട്ടുള്ള സോളിഡ് വുഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്. അതെ, ഇത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു കോട്ടാണ്. ഇത് കിങ് സൈസ് കോട്ടാണ്. ഇത് ബോർഡിൽ, ലാമിനേഷൻ ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് മാട്രസ് മാറ്റി കഴിഞ്ഞതിന്റെ അകത്തെല്ലാം സ്റ്റോറേജാണ്. മൊത്തത്തില് ഇങ്ങനെ സ്റ്റോറേജ് സൗകര്യമുള്ള. ഇത് തന്നെ നമുക്ക് ഹൈഡ്രോളിക് വെച്ച് ഹൈഡ്രോളിക് ഓപ്പണിങ് കൊടുക്കാം. അതുകൂടാതെ സൈഡിൽ നിന്നുള്ള സ്റ്റോറേജ് വേറെ ഉണ്ട്. അതെ അതെ. ഒരു സിംഗിൾ ബെഡ്റൂം അല്ലെങ്കിൽ ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റിലൊക്കെ നമുക്ക് കൂടുതൽ സ്റ്റോറേജ് സൗകര്യമുള്ള കട്ടിലായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം കട്ടിലിന്റെ വിവിധ മോഡൽസ് ആണ്. ഈ ഡിസൈൻസ് അല്ലാതെ നമുക്ക് മറ്റ് പുതിയ ഡിസൈൻസ്. ഇത് ഈട്ടിയുടെ ആ ഗ്രെയിൻസ് എല്ലാം വുഡിന്റെ ഗ്രെയിൻസ് ഉണ്ട് അതിന്റെ. അതെ. ടീക്കൂട്ട കൂടുതൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകൾ വാങ്ങുന്നതും ഉപയോഗിക്കുന്നത്. പ്രൈസ് ഒരു പോയിന്റ് ആണ്. അത് കൂടാണ്ട് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ സർവൈവ് ചെയ്യാൻ കൂടുതൽ ടീക്കൂട്ട. ഈട്ടിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള സമയത്ത് ചെറുതായിട്ട് ഈ ചെറിയ ഈ വിരിച്ചില് പോലെയുള്ള പാടുകളൊക്കെ വരും. ടീക്കൂട്ട് കൂടുതൽ. പിന്നെ പ്രൈസിനും നല്ല വ്യത്യാസമുണ്ട്. ഇതൊരു കമ്പനി പ്രൊഡക്ഷൻ ആണ്. കെയിനാണ്. കെയിൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഡിസൈൻ ആണ്. പഴമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് കെയിനൊക്കെ കൂടുതൽ. ഇത് ടീക്കൂട്ടിന്റെ കിങ് സൈസ് കോട്ട്, പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിൻ ഡിസൈൻ. ഡ്രസ്സിംഗ് ടേബിളിന്റെ മോഡൽസ്. നമ്മളെ ഇപ്പം അവിടെ നോക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല ഇതിനകത്ത് ഇത്രയും സ്റ്റോക്ഡ് ആണെന്ന്. അതെ അതെ അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. അതെ. ഇപ്പൊ തൃപ്പൂണിത്തുറ സിറ്റിയിൽ തന്നെയാണല്ലോ നമ്മുടെ ഷോപ്പ്. അധികം നമുക്ക് ട്രാവൽ ചെയ്യേണ്ട. സിറ്റിയിൽ നിന്ന് വളരെ അടുത്താണ്. മാർക്കറ്റ് റോഡ് നേരെ കയറി വന്നാൽ മതി. അതുകൂടാണ്ട് പാർക്കിംഗ് സൗകര്യമുണ്ട്. ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ട് നമ്മള്. എറണാകുളം, കോട്ടയം, തൃശ്ശൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹോം ഡെലിവറി ഉണ്ട്. ഇത് കൊച്ചു കുട്ടികളെ കിടത്താനുള്ള തൊട്ടില്. ഇതും നമ്മൾ മോഡൽസ് ആളുകൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും. ഇതിന് ചെറിയൊരു മാട്രസും കൂടി ഇട്ടിട്ടാ കൊടുക്കാം. തടിയല്ലേ. അത് വാർഡ്രോബാണ്. ബെഡ്റൂം സെറ്റിന്റെ കൂടെ വരുന്ന വാർഡ്രോബാണ്. വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് ടേബിളാണ്. 3 ഡോറിന്റെ വാർഡ്രോബ്സ് എല്ലാം അത്യാവശ്യം നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ട് വരും. ഇഷ്ടംപോലെ തുണി വയ്ക്കാം. നല്ലൊരു ലോക്കറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചണിന്റെ സ്റ്റോറാക്കി. ഇത് വാൾമൗണ്ടഡ് ചെയ്യാവുന്നതാണ്. വാൾമൗണ്ട് ചെയ്യാം. മെറ്റലാണ്, ഡാമേജ് ആവില്ല. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ, പൗഡർ കോട്ടിംഗ് ആണ്. ഇതുണ്ട്. ഇത് 5 ഇഞ്ച് തിക്നെസ് ഇതിനുള്ളൂ. ഈ 5 ഇഞ്ച് തിക്നെസ് നമ്മൾ ഭിത്തിയിൽ കാർപോർച്ചിലെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഈ 4 സ്റ്റോറേജിലായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഷൂ വെക്കാം. ഇതുണ്ടോ,
വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ട്. ഇത് 4 ഡോറായിട്ട് ചെയ്തിട്ടുള്ള വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് ടേബിളാണ്. ഇതൊരു ടീക്കൂഡും ബ്ലാക്ക് ഫിനിഷും കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ കളറാണ്. ഇഷ്ടം പോലെ ക്ലോത്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് 2 പീസായിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന്. ഈ സെക്ഷനിൽ നല്ല സ്റ്റോറേജ്, ഡ്രോയിങ് ലോക്കർ എല്ലാം വരുന്നുണ്ട്. പ്ലസ് നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ സെക്ഷൻ. ഇതിന്റെ അകത്തും ഡോറുകളാണ്, വലിയ ഡ്രോസ്. ബിൻബാഗ് ഇതിപ്പോ ഏറ്റവും ചെറിയ സൈസാ. ആ, ഇത് തന്നെ XXL ഉണ്ട്, XXL ഉണ്ട്, ജംബോ സൈസ് വരെ വരുന്നുണ്ട്. ഇത് കോട്ട് ഹാങ്കർ എന്ന് പറയും. കോട്ട് ഹാങ്കർ ആണ്. നമ്മുടെ ഇവിടെ കോട്ടില്ലാത്തോണ്ട് നമ്മള് നമ്മുടെ ഡ്രസ്സ് തന്നെ ഇട്ടാ മതി. വുഡിന്റെ ആണ്. വുഡൻ ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആണ്. ഇതെല്ലാം ഫ്രൂട്ടിന്റെ ഡിസൈനിൽ തന്നെ ചെയ്തു വരുന്നത്. ഇത് വന്നിട്ട് ഒറ്റ പീസായിട്ടുള്ള വുഡ്. ഇത് കണ്ടോ, ഈ ഒറ്റ പീസ് വുഡ് ആ കട്ടിങ്ങിന്റെ പ്രത്യേകത കൊണ്ടൊരു സിംഗിൾ ഇത് നോർത്ത് ഇന്ത്യൻ ഐറ്റാട്ടോ. ഞങ്ങൾ ഇത് ചണ്ഡീഗഡിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അവിടെ ഈ എക്സ്പോയിൽ മേളയ്ക്ക് പോകുമ്പോൾ അവിടെ ഈ നമ്മുടെ ഈ പറഞ്ഞ പോലെ കുടിൽ വ്യവസായം പോലെ ചെയ്തു വരുന്നത്. അതൊരു ഫാൻസി ഐറ്റാ. ഇത് ആപ്പിളിന്റെ ഷേപ്പാ. അത് മാംഗോ ഷേപ്പ്. ഗോൾഡ് എല്ലാം സൂക്ഷിച്ച് വെക്കാനുള്ള ആമാടപ്പെട്ടി. ജ്വല്ലറി ബോക്സ്. ഇത് നമുക്ക് ചെറിയ സ്പേസിലൊക്കെ ഇടാവുന്ന ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റൂൾസ് ആണ്. ഇത് ഒരു സ്റ്റാൻഡിങ് മിറർ ആണ്. നമുക്ക് ഇഷ്ടമുള്ള സ്പേസിൽ കൊണ്ട് വെക്കാം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഗരുഡൻ ഊരിയെടുക്കാവുന്ന സൈസാണ്. ബ്രാസാണ്. സാധാരണ വടി എന്നാ വെച്ചാൽ ആളുകൾക്ക് ഈ കൊണ്ടു നടക്കാനൊരു മടി ഉണ്ടാവില്ല. ഇതാകുമ്പോ കുറച്ചുകൂടെ പ്രീമിയം. ഇത് പെപ്സിന്റെ പോക്കറ്റഡ് സ്പ്രിംഗ് മാട്രസ് ആണ്. ടോപ്പില് മെമ്മറി ഫോമിന്റെ ഒരു എക്സ്ട്രാ ലെയർ വരുന്നു. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മാട്രസ് ആണ്. 10 വർഷം വാറന്റി ഉണ്ട്. നമ്മൾ 30% ഡിസ്കൗണ്ടിലാണ് പെപ്സിന്റെ മാട്രസ് കൊടുക്കുന്നത്. വാൾ ഹാങ്ങിങ് അയണിങ് ടേബിളാണ്. ഇത് നമ്മുടെ പണ്ട് മുതലേ നമ്മുടെ കാരണന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചാരികസേരയാണ്. ഇത് തേക്കിന്റെ ആണ്. തേക്കിന്റെ ഉണ്ട്, മഹാഗണിയുടെയും വരുന്നുണ്ട്. ഇത് തേക്കിന്റെ റോക്കർ കസേരയാണ്. നമുക്കിങ്ങനെ ചെറുതായിട്ടൊരു സിംഗിങ് തേക്കാം. അത് ഇത് നമുക്ക് മഹാഗണിയുടെ ചേർത്ത്. അപ്പൊ ബിലവേഴ്സ്, അപ്പോ അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇവിടുത്തെ ആ ഒരു 3 നിലയിലല്ലേ, 3 നിലയിലുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെട്ടു. മനോജ് എന്തായാലും ഒത്തിരി ഞങ്ങൾക്ക് ഇത്രയും സഹകരിച്ച് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു തരികയും അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്തതിന് താങ്ക്സ് മനോജ്. പിന്നെന്താ, അപ്പൊ ഞാൻ ഒരിക്കലും പറയും, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നി, അല്ലെങ്കിൽ ഞങ്ങൾ അത്രയും വിശ്വാസ്യതയാർന്ന ഒരു ഫർണിച്ചർ കട നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സൺ റിലാക്സ് ഇത് വീഡിയോ കണ്ടു വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുത്തേക്കണം കേട്ടോ. അത് മാത്രമേ നമുക്ക് ആ ഒരു റിക്വസ്റ്റ് ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു മനോജ്. ഓക്കെ, താങ്ക് യു. ബൈ.